നമസ്കാരം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ദി അൺഎക്സ്പ്ലെയിൻഡിൽ വീണ്ടും ഞാനും ശാന്ത ചേച്ചിയും എത്തിയിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ശാന്ത ചേച്ചി ഒരു ജ്യോതിഷിയായിട്ട് നമുക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആണ്. പക്ഷെ ഇത് കൂടാതെ ഒരു ഹസ്തശാസ്ത്രജ്ഞ കൂടിയാണ് ശാന്ത ചേച്ചി. പാമിസ്ട്രി വളരെ വർഷങ്ങളായി പ്രാക്ടീസ് ചെയ്ത് വരുന്ന ഒരാൾ കൂടിയാണ്. അപ്പം പാമിസ്ട്രിയും അസ്ട്രോളജിയും അല്ലെങ്കിൽ ശാസ്ത്രവും രണ്ടും കൂടി ഒരുമിച്ച് ഒരുമിച്ച് രണ്ടിനെക്കുറിച്ചും റിസർച്ച് ചെയ്ത് വന്നിട്ടുള്ള വർഷങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ശാന്ത ചേച്ചി. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ ജ്യോതിഷശാസ്ത്രവും പാമിസ്ട്രിയും അല്ലെങ്കിൽ ഹസ്തരേഖാശാസ്ത്രവും തമ്മിലുള്ള ഒരു ബന്ധം നമുക്ക് മനസ്സിലാക്കാം, കൂടുതൽ അതിനെക്കുറിച്ച് ചോദിക്കാം, കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അതിനെക്കുറിച്ച് അറിയാം. ചേച്ചി നമസ്കാരം. അപ്പോൾ ചേച്ചി ശരിക്കും നമ്മുടെ ഒരു ജാതകത്തില്, അതായത് നമ്മുടെ എന്താ പറയണ ആ കോളം വരയ്ക്കുന്ന ഒരു ചാർട്ടിൽ കാണുന്ന കാര്യങ്ങള് ഹസ്തരേഖയിൽ ഉണ്ടാവുമോ? ഹസ്തരേഖയിലും ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. എല്ലാ കാര്യവും നമുക്ക് ഹസ്തരേഖ വഴിയും അറിയാൻ പറ്റും? തീർച്ചയായിട്ടും അറിയാൻ പറ്റും. ചാർട്ട് എന്ന് പറയുന്നത് നമ്മൾ അവര് ജനിക്കുന്ന സമയത്തുള്ള ഗ്രഹങ്ങളുടെ പൊസിഷൻ, അതായത് ഒരു വ്യക്തി ജനിക്കുമ്പോൾ ഗ്രഹങ്ങൾ എവിടെയാണെന്നുള്ളതിന്റെ ഒരു ഫോട്ടോ എടുത്താൽ അതാണ് നമ്മുടെ ബർത്ത് ചാർട്ട് എന്ന് പറയുന്നത്. പക്ഷെ നമ്മള് ഭൂമിയിലേക്ക് വരുമ്പോ ഗ്രഹങ്ങൾ എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതനുസരിച്ചാണ് നമ്മുടെ ശരീരത്തിന്റെ രൂപം. അതിനെ ലക്ഷണശാസ്ത്രം എന്ന് പറയുന്നത്. നമ്മളെങ്ങനെയാ, നമ്മുടെ ഗ്രഹങ്ങളൊക്കെ എങ്ങനെയാണ് അതനുസരിച്ചാണ് നമ്മളുടെ കണ്ണ്, മൂക്ക്, ചുണ്ടുകള്, തലയുടെ ഷേപ്പ്, ശരീരത്തിന്റെ മൊത്തം. അത് ജാതകത്തിലാണെങ്കിൽ ലഗ്നം കൊണ്ടും നമുക്ക് പറയാൻ പറ്റും, ലഗ്നാധിപനെ അങ്ങനെയൊക്കെ പറയാൻ പറ്റും. അപ്പൊ ആ ഒരു രൂപം ഉണ്ടാവും. അപ്പൊ നമുക്ക് ഏറെക്കുറെ ഒരാളിനെ കാണുമ്പോൾ തന്നെ അവിടെ എനിക്കൊരു സംശയം പെട്ടെന്ന് വന്നതേ, ഇപ്പൊ എന്നെ ഇപ്പം പണ്ട് കാണുന്ന പോലെയല്ല ഇപ്പൊ കാണുന്നത്, ഭയങ്കര വ്യത്യാസം. ഇപ്പൊ മുഖമാണെങ്കിലും ശരീരത്തിന്റെ ഒരു വണ്ണം, തടി ഒക്കെ ആണെങ്കിലും മുഖത്തിന്റെ ഷേപ്പ് റൗണ്ട്, ഓവൽ ആയിരുന്നത് റൗണ്ടോ, അങ്ങനെ മാറ്റങ്ങളും വരുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും വരും. ജനിക്കുന്ന ഒരു രീതിയിലാണെങ്കിലും മാറ്റം സംഭവിക്കാം. തീർച്ചയായും ചേച്ചി പറഞ്ഞുകൊണ്ടിരുന്ന കണ്ടിന്യൂ ചെയ്തു. അത് നമ്മുടെ പ്ലാനറ്ററി പൊസിഷൻ അനുസരിച്ച് നമ്മൾക്ക് വ്യത്യാസം വരും, ഫീച്ചേഴ്സിന് വ്യത്യാസം വരും. നമ്മളുടെ ഒരു ദേശാകാലത്തുള്ള ഫോട്ടോ എടുത്ത് നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. സൂക്ഷ്മമാണ്, അത് നിരീക്ഷിക്കുന്നവർക്കേ മനസ്സിലാവുള്ളൂ. ശക്തമായിട്ടുള്ള ഗ്രഹങ്ങളുടെ ദിശകാലം നടക്കുമ്പോൾ ആ ഗ്രഹങ്ങളുടെ ഛായ ആ വ്യക്തിയിൽ ഉണ്ടാക്കും എന്നാ പറയുന്നത്. ഇപ്പൊ വ്യാഴദശ നടക്കുന്ന ഒരാളുടെ മുഖത്തൊരു ഗ്ലോ ഒക്കെ ഉണ്ടാവും, അല്പം ഒരു തടിച്ച പോലെ. ശനിദിശ നടക്കുകയാണെങ്കിൽ നമ്മളൊന്ന് അല്പം ഒന്ന് ക്ഷീണിച്ചതുപോലെ, ഒന്ന് മെലിഞ്ഞതുപോലെ തോന്നും. അത് പ്ലാനറ്ററി പൊസിഷൻ കൂടി അനുസരിച്ചാണ് അങ്ങനെ ഒരു വ്യത്യാസങ്ങളുണ്ടാവും. അതേപോലെ നമ്മൾ ജനിക്കുമ്പോൾ ഉള്ള നമ്മളുടെ ഗ്രഹങ്ങളുടെ സ്ഥിതി ശിരസ് മുതൽ പാദം വരെ അതിന്റെ ലക്ഷണങ്ങളുണ്ട്. അതിനെ ലക്ഷണശാസ്ത്രം എന്ന് പറയും. അതേപോലെ ഒരു വ്യക്തി അവരുടെ ഗ്രഹങ്ങളുടെ പൊസിഷൻ എങ്ങനെയാണെന്നുള്ളത് അവരുടെ കയ്യില് അതിൻ്റെതായിട്ടുള്ള സൂചനകളുണ്ട്. കയ്യിലുള്ള വിരലുകള് ഗ്രഹങ്ങളെ കാണിക്കുന്നതാണ്. വിരലുകളുടെ അടിയിലുള്ള ഭാഗത്തിന് മണ്ഡലം എന്ന് പറയും, മൗണ്ട് എന്ന് പറയും. ആ ഭാഗം ഗ്രഹങ്ങളുടെ സൂചന തരും. അതായത് ഗ്രഹങ്ങൾ എത്രമാത്രം ശക്തമായിട്ടാണ് നിൽക്കുന്നത് അവരുടെ ജാതകത്തിൽ. എന്തെങ്കിലും ഗ്രഹങ്ങൾക്ക് വീക്ക്നെസ് ഉണ്ടോ? അതായത് ഗ്രഹങ്ങൾ ശക്തമായിട്ട് നിന്നാലാണ് അതാത് ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്ന പൂർണ്ണമായ ഫലം ഉണ്ടാവുള്ളൂ. അതായത് ഗ്രഹത്തിന് ബലം ഉണ്ടെങ്കിൽ ആ ഗ്രഹം സൂചിപ്പിക്കുന്ന തരത്തിലുള്ള പൂർണ്ണമായ അനുഭവങ്ങൾ വ്യക്തിക്ക് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പം ബുധനാണെങ്കിൽ ഇൻഡിക്കേറ്റ് ചെയ്യണ വിദ്യാഭ്യാസം, കുറെ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ അതെല്ലാം ആക്റ്റീവ്ലി നമ്മളുടെ ലൈഫിൽ പ്രകടമാകണമെങ്കിൽ ബുധൻ ശക്തമായിരിക്കണം. അവര് ജനിക്കുന്ന സമയത്ത് ബുധൻ ശ്രേഷ്ഠമായ അവസ്ഥയിലായിരിക്കണം. ഇല്ലെങ്കിൽ അതിന് വിരുദ്ധമായ രീതിയിലുള്ള കാര്യങ്ങളുണ്ടാവും. ഇപ്പൊ ബുധൻ നന്നായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ബുധന് പാപബന്ധത്തോടെ നിൽക്കുന്ന ആളുകൾ കള്ളം പറയുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് പറയാതിരിക്കുക, അല്ലെങ്കിൽ ഉള്ളത് പറയാനുള്ള കഴിവില്ലാതിരിക്കുക, കാര്യങ്ങളെ ലോജിക്കലി മനസ്സിലാക്കാനുള്ള കഴിവില്ലാതിരിക്കുക. വിവേകത്തിന്റെ ഗ്രഹമാണ് ബുദ്ധിയുടെ, അതിന്റെ ഒരു കുറവ് വരും, പ്രാക്ടിക്കൽ വിസ്ഡത്തിന്റെ. അപ്പൊ അത് മനസ്സിന്റെ തകരാറായിട്ട് വരെയും വരാമല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് ജാതകത്തിൽ എങ്ങനെയുണ്ടോ അതേപോലെ അത് ഈ ബുധവിരൽ എന്ന് പറയുന്നതാണ് നമ്മുടെ ചെറുവിരൽ എന്ന് പറയുന്നത്. ആ വിരൽ അത് ഹസ്തരേഖകളുടെ ഒരു പ്രത്യേക
പ്രത്യേകതയാണ്. നമ്മളെപ്പോഴും നമ്മളൊന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുണ്ടോന്ന് നോക്കും. ഞാനെപ്പോഴും പഠിപ്പിക്കുമ്പോൾ പറയും, നമ്മളൊരു കാര്യം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരവരുടെ കയ്യിലേക്കായിരിക്കും നോക്കുക. ഞാൻ പറയാം, നിങ്ങളുടെ കൈ കൂടെ ഉണ്ട്, അടുത്തിരിക്കുന്നവരുടെ നോക്കാൻ പറയാം. മനസ്സിലായില്ലേ? എല്ലാ മനുഷ്യന്റെ ഒരു ക്യൂരിയോസിറ്റി അത്. ചേച്ചി പഠിപ്പിക്കാറുണ്ടോ? ഉണ്ട്. ക്ലാസ്സസ് ഓൺലൈൻ ഓൺലൈനായിട്ട് ഇപ്പൊ ഓൺലൈനാണ്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഹസ്തരേഖാ ശാസ്ത്രം പഠിക്കണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി, ജോയിൻ ചെയ്യാം ക്ലാസ്സിന്. അപ്പൊ അതേപോലെ വിരലിന്റെ താഴെയുള്ള ഭാഗം എന്ന് പറയുന്നതും അതിന്റെ മേഖലയാണ്, അതിന് മൗണ്ട് എന്ന് പറയും. അപ്പൊ അത് എങ്ങനെയുണ്ടോ അതനുസരിച്ചായിരിക്കും അവരുടെ ആഗ്രഹത്തിന്റെ ഫലം ഉണ്ടാവുക. അപ്പൊ ഈ മുൻപ് ചോദിച്ചതുപോലെ നമ്മൾ ജനിക്കുന്ന സമയത്തുള്ള അതിനുശേഷം നമ്മൾ സ്വയമേവ മാറുന്ന ആൾക്കാരുണ്ടല്ലോ. ചിലര് മാറുന്നവരല്ല, മാറാനുള്ള സാഹചര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വരുന്നില്ല, അവരും മാറുന്നില്ല. അങ്ങനെയുള്ള വ്യക്തികൾക്ക് മാറ്റം ഉണ്ടാവില്ല. അല്ലാതെ തീർച്ചയായിട്ടും അവയർനെസ് വരുമ്പോൾ തീർച്ചയായിട്ടും മനുഷ്യർ മാറും. അങ്ങനെയുള്ള ആൾക്കാർക്ക് ആ മാറ്റം സ്വയം ബോധ്യപ്പെടാൻ പറ്റും. ഹസ്തരേഖയിലാണെങ്കിൽ ഇപ്പൊ കയ്യിലൊരു ഇതൊരു പോരായ്മയാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാല്, ഓ ഇതങ്ങനെയാണോ, എനിക്ക് മാറണം എന്ന് പറഞ്ഞ് ഞാൻ മാറുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് തന്നെ നോക്കി മനസ്സിലാക്കാൻ പറ്റും. അതായത് ഒരിക്കലും അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞാല്, എൻ്റെ ഒരു എനിക്ക് വേണ്ടപ്പെട്ട ഒരു കുട്ടി ഒരു ദിവസം ഞാൻ അവരുടെ വീട്ടിൽ ചെന്ന്, എൻ്റെ അടുത്ത് ഹസ്തരേഖ പഠിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ വീട്ടിൽ ചെന്നുകൊണ്ട് എന്നോട് ചോദിച്ചു, ആൻറ്റി എൻ്റെ കൈ ഒന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, പെട്ടെന്ന് എൻ്റെ കണ്ണി പെട്ടത്, ഞാൻ പറഞ്ഞു, ഇല്ല മോളെ, നിനക്കിപ്പോ ഇത്തിരി അഹങ്കാരം കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ അമ്മൂമ്മ പറഞ്ഞു, ശരിയാ, ഇവള് കുറെ ദിവസമായിട്ട് ഭയങ്കര അഹങ്കാരമാണെന്ന്. അപ്പൊ ഞങ്ങൾ എന്നിട്ട് കുറച്ചു നേരം ഇരുന്ന് സംസാരിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ്, അവളെ അനലൈസ് ചെയ്തിട്ട് പറഞ്ഞു, ശരിയാണ് ആൻറ്റി, എനിക്കൊരു ഞാൻ എന്തോ ആണെന്നുള്ള ഒരു തോന്നൽ വന്നു. കാരണം അവൾക്ക് ഇഷ്ടപ്പെട്ട കോളേജിൽ PG അഡ്മിഷൻ കിട്ടി. അപ്പൊ കിട്ടാൻ ഇത്തിരി പാടുണ്ടായിരുന്നു. അപ്പൊ അത് കിട്ടുമോ എന്നൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കിട്ടിയപ്പോഴത്തേക്കും എന്തോ നേടി എന്നുള്ള ഒരു ചെറിയ പ്രായമല്ലേ, ചെറിയ കുട്ടിയല്ലേ, ഒരു തോന്നൽ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അത് ശരിയല്ല. അങ്ങനെ ഒക്കെ കുറെ കാര്യങ്ങൾ സംസാരിച്ചു. ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോരാനായിട്ട് ഇങ്ങനെ ഇറങ്ങി വന്നപ്പോൾ എൻ്റെ ഒപ്പം വന്നു, വീണ്ടും എന്നെ കൈ കാണിച്ചു, ഒന്നും കൂടെ നോക്കിയെന്ന്. അപ്പൊ നോക്കുമ്പോ ആ ഭാഗം അപ്പോൾ കണ്ടിരുന്ന കാര്യമില്ല. അപ്പൊ ഞാൻ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ മാറ്റം വന്നു. അതാണ്. അപ്പൊ ഒരു മൗണ്ടിന്റെ ഉയർച്ചയായിരുന്നു. ക്രമാതീതമായ രീതിയിൽ, നോർമൽ അല്ലാത്ത രീതിയിലുള്ള ഒരു വ്യത്യാസം മൗണ്ടില്. അത് ഇതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് കാണിച്ചു കൊടുത്തു. കഴിഞ്ഞ് ഞങ്ങള് ഒരു 1.5 മണിക്കൂർ സംസാരിച്ചതിന് ശേഷം തിരിച്ചു നോക്കുമ്പോൾ അത് നോർമൽ ആയിട്ടുണ്ട്. അവയറായില്ലോ, ബോധം വന്നു. ആ ഒരു കാര്യം കൊണ്ട് തന്നെ, അത്രയും സമയം കൊണ്ട് തന്നെ അത് വ്യത്യാസം വന്നു. നമ്മുടെ മനസ്സെന്ന് പറയുന്നതാണല്ലോ നമ്മളുടെ പ്രാണന്റെ ഫ്ലോയ്ക്കുള്ള മീഡിയം എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലത് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വ്യത്യാസം വരും. ഈ ജനിക്കുമ്പം ഉള്ള ഒരു കാര്യം പറഞ്ഞല്ലോ, ഒരു കുഞ്ഞു കുട്ടിയുടെ കൈ വേണമെങ്കിൽ നമുക്ക് നോക്കി പറയാൻ പറ്റുമോ? ജനിച്ച ഉടനെ ഒരു കുഞ്ഞിന്റെ കൈ നമുക്ക് ഹസ്തരേഖാ ശാസ്ത്രം വെച്ച് കാര്യങ്ങൾ, അത് ബേസിക് സ്വഭാവത്തെ പറ്റി പറയാൻ പറ്റും. കാരണം എന്താന്ന് ചോദിച്ചാൽ, ഈ നമ്മൾ എത്ര ജനിച്ച ഉടനെയുള്ള കുഞ്ഞിന്റെ കൈ നിർത്തി നോക്കിയാലും 3 വരകള്, പ്രധാനമായിട്ടൊരു കയ്യിൽ 3 വരകളാണ് ഉണ്ടാവുക. കൈക്കുള്ളില് ആ രേഖകൾ ഉണ്ടാവും. അതിന്റെ ഒരു തുടക്കവും അവസാനവും ഒരു രൂപമുണ്ട്. പിന്നെ തീർച്ചയായിട്ടും നമ്മളിതൊരു ഇൻട്രസ്റ്റ് കൊണ്ടല്ലേ പഠിക്കുന്നത്, അപ്പൊ തീർച്ചയായും നോക്കുമല്ലോ. അപ്പൊ അത് എവിടെ തുടങ്ങി എവിടെ അവസാനിച്ചിരിക്കുന്നു, അത് അവരുടെ ഒരു ബേസിക് നേച്ചറാണ്. തമോ ഗുണം പ്രധാനമാണോ, രജോ ഗുണമാണോ, സത്വഗുണമാണോ എന്നൊക്കെ നമുക്ക് എങ്ങനെയാണ് അവരുടെ ലോകത്തോടുള്ള ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ കുഞ്ഞ് വളരുന്ന അനുസരിച്ച് ടീനേജ് ആകുമ്പോഴാണ് കൈയുടെ ശരിക്കുള്ള ഷേപ്പ് ഉണ്ടായി വരിക. അതുവരെ മാറിക്കൊണ്ടേയിരിക്കും. കൈയുടെ ഷേപ്പ് ഒക്കെ ഒരു കൃത്യ രൂപത്തിലാകുമ്പോഴാണ് അവരുടെ ശക്തമായിട്ടുള്ള ആ ഒരു സ്വഭാവ രൂപീകരണം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പക്ഷെ ബേസിക് നേച്ചർ എങ്ങനെയാണ് എന്നുള്ളത് തീർച്ചയായിട്ടും അതുണ്ട്, കയ്യിലുണ്ട്. അപ്പൊ നമുക്കിപ്പോ ഈ കൈ തന്നെ ചില ആൾക്കാരുടെ കൈ, ഇപ്പൊ എന്റെ കയ്യിലാണെങ്കിൽ വെയിൻസ് ഒക്കെ ഭയങ്കര നന്നായിട്ട് കാണാൻ പറ്റുന്ന, എനിക്ക് തോന്നുന്നു ഞാൻ 18 വയസ്സായപ്പോഴേ അമ്മമ്മമാരുടെ കൈ പോലെയാണ്, ഞാൻ പറയാം അതുപോലെയാണ്, ഭയങ്കര. പക്ഷെ എന്റെ ഫ്രണ്ട്സിന്റെ പലരുടെയും കൈ നല്ല സോഫ്റ്റ് ആൻഡ് പ്ലംപ് ആയിട്ടുള്ള കൈയുണ്ട്. അപ്പൊ ഈ കൈയുടെ ഉൾഭാഗം മാത്രമാണോ, അല്ല മൊത്തത്തില് പുറം ഭാഗം നോക്കും? അപ്പൊ അതിൽ കാണുന്ന ഈ സംഭവം ലക്ഷണശാസ്ത്രമാണോ? അതെ, അത് കൈ കുറച്ച് പിന്നെ സ്മൂത്ത് ആയിട്ടിരിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ സെൻസിറ്റീവ് ആയിരിക്കും, ക്രിയേറ്റീവ് കൂടുതൽ ചിന്തയിലേക്ക് ഫിലോസഫിക്കലായിട്ടുള്ള ഒരു ഇതിലേക്ക് പോകുന്നവരല്ല. അതായത്
ഒത്തിരി ചിന്തിക്കുന്ന ഒരു ക്ലേശമാണ്. അതെ അതെ. അപ്പൊ ആ ക്ലേശത്തിന് അവർ തയ്യാറല്ല. അവർ സുഖമായിരിക്കാൻ പിന്നെ കലകളോട് ഇഷ്ടമുള്ളവര്, ആഡംബരങ്ങളോട് ഇഷ്ടമുള്ളവര്, സുഖമായിട്ട് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നവര്, സെൻസിറ്റിവിറ്റി കൂടുതലുള്ളവര്, അങ്ങനെയുള്ള ആൾക്കാരാണ്. കുറച്ച് ഒരു ഭയങ്കര ഹാർഡായിട്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പുറമല്ല, അകം. അതൊരു സ്വഭാവത്തിന്റെ ഒരു രൂക്ഷത കാണിക്കുന്നതാണ്. പക്ഷെ അതേസമയം ചിലരുടെ കൈ നമുക്കൊരു ഇലാസ്റ്റിസിറ്റി ഫീൽ ചെയ്യും. അതായത് സോഫ്റ്റ് ആണോ അല്ല, ഹാർഡാണോ അല്ലാത്ത, അങ്ങനെയുള്ള ആൾക്കാർ വളരെ ചിന്തിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാര്. ചിന്തയാണ് അവരെ നയിക്കുന്നത്. ഫിലോസഫിക്കൽ എന്തിന്റെയും എന്താണെന്ന് അറിയാൻ, ലോജിക്കലി കാര്യങ്ങൾ അറിയാനായിട്ട് താല്പര്യമുള്ളവരായിരിക്കും. പിന്നെ കുറച്ച് ഹാർഡായിട്ടുള്ളവരാണ് ജീവിതത്തിലെ ക്ലേശങ്ങൾ അതിജീവിക്കേണ്ട ആൾക്കാരാണ്. ഒരു പ്രാക്ടിക്കൽ സംഭവമില്ല. നമ്മള് ഫിസിക്കലി ഹാർഡ് വർക്ക് ഒക്കെ ചെയ്യണവരുടെ കൈ സ്വാഭാവികമായും ഹാർഡാവും എന്നുള്ളൊരു ഇല്ല. അങ്ങനെയല്ല. അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത്. ജോലി എടുത്താൽ ഞാനൊക്കെ ജനിച്ചപ്പോഴേ എന്റെ കൈ ഹാർഡായിട്ടായിരിക്കുന്നതെന്ന് എനിക്ക് തോന്നി. എനിക്ക് ഓർമ്മയായ കാലം മുതൽ എനിക്ക് ഏറെക്കുറെ വലിയ ഹാർഡല്ലെങ്കിലും ഒരു ഹാർഡാണ്. അങ്ങനെ സ്മൂത്ത് ആയിട്ടായിരിക്കലും ഇരുന്ന് ഞാൻ കണ്ടിട്ടില്ല. കുഞ്ഞായിരിക്കുമ്പോഴേ പറഞ്ഞതുപോലെ തന്നെ കൈയുടെ പുറമൊക്കെ വളരെ വയസ്സായവരെ പോലെ തന്നെ ഇരിക്കുന്നത്. അങ്ങനെയാണ്. അത് സ്മൂത്ത് ആയിട്ടിരിക്കുന്ന ആൾക്കാര് അവരുടെ ജീവിതത്തിൽ അവർക്ക് വലിയ വലിയ പിന്നെ ക്ലേശങ്ങളെ എന്തെങ്കിലും അതിജീവിക്കുക. നമ്മൾ പറയത്തില്ല, ജീവിതത്തില് പല കാര്യങ്ങളെയും പിന്നെന്താ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളെ തരണം ചെയ്തു പോകാനുള്ള സാഹചര്യങ്ങളില്ല. അവര് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അവർ സുഖമായിട്ട് തന്നെ ഇരിക്കും. ബാക്കി എന്നെ പോലത്തെ കൈയുള്ളവരൊക്കെയാണല്ലേ അതിജീവിതം. അങ്ങനെ അതൊരു നല്ലതാണ്. ജീവിതത്തില് സ്മൂത്ത് ആയിട്ട് പോകുന്നതിനേക്കാളും പ്രതിബന്ധങ്ങൾ ജീവിതത്തിൽ വരുന്നതാണ് നല്ലത്. കുറച്ചുകൂടി സ്ട്രോങ് ആകും. നമ്മൾ നമ്മളുടേതായിട്ടുള്ള ഉള്ളില് ഉള്ള കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയും. മാത്രമല്ല ലോകത്തെ പറ്റി നമുക്കൊരു ജ്ഞാനം ഉണ്ടാകും. കാഴ്ചപ്പാടിന് വ്യത്യാസം വരും. ഒരേപോലെ ജീവിച്ചു പോയിട്ട് കാര്യമില്ല. അതെ അതെ, തീർച്ചയായിട്ടും. അതിൽ നമ്മൾ വേറൊന്നിലും വരുന്നു, കുറച്ച് സുഖമായിട്ട് കഴിക്കുന്നു, ഉറങ്ങുന്നു, പോകുന്നു, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ജീവിതത്തിനൊരു നേട്ടം ഉണ്ടാവുന്നില്ലല്ലോ. നമ്മൾ ഓരോ ലൈഫും നമ്മള് വളരണം, അതിനാണ് വരുന്നത്. അപ്പം തീർച്ചയായിട്ടും പ്രതിബന്ധങ്ങള് വളരെ നല്ലതാണ്. പക്ഷെ പ്രതിബന്ധങ്ങൾ വരുമ്പോൾ നമ്മള് താഴേക്ക് പോകാൻ പാടില്ല. പ്രതിബന്ധങ്ങൾ നമ്മളെ തിരിച്ചുള്ളിലേക്ക് പോയി ഒരു വിശകലനം നടത്താനും സ്വയം മനസ്സിലാക്കാനും അല്ലെ, സത്യത്തിനെ തിരിച്ചറിയാനുള്ള കഴിവ് കൊടുക്കും. അങ്ങനെയുള്ള ഗ്രഹമാണ് ശനി. അതിനാണ് എല്ലാവർക്കും ശനി എന്ന് പറയുന്ന ഗ്രഹത്തിന് പേടിയാണ്. പക്ഷെ ഒരിക്കലും വിജ്ഞാനമയ കോശത്തിന്റെ ഗ്രഹമാണ് ശനി എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ മനുഷ്യന് അറിവ് കൊടുക്കുന്ന, ആഴത്തിലുള്ള അറിവ് കൊടുക്കുന്ന ഗ്രഹമാണ് ശനി. ആഴത്തിലുള്ള അറിവ് ആർജിക്കാൻ സാധ്യതയുള്ള സമയമാണ് ശനിദശ. അത് ഉപയോഗിക്കുവോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ കയ്യിലാണോ? നമ്മുടെ കയ്യിലല്ല. നമ്മൾ ജനിക്കുന്ന സമയത്തുള്ള ഗ്രഹത്തിന്റെ സ്ഥിതി അനുസരിച്ചെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ നമ്മളെ സൃഷ്ടിയിൽ നിന്ന് സൃഷ്ടാവിലേക്ക് നോക്കാൻ, അല്ലെ നമ്മളെ ഉള്ളിലേക്ക് നോക്കാനായിട്ട് പ്രേരിപ്പിക്കുകയാണ്. സീനറി ടു ദ സിയർ. അത് ഒന്നിനെയും നമുക്ക് ഇല്ലാതാക്കില്ല. ശല്യത്തിനെ ഒന്ന് വൈകിപ്പിക്കും. നമ്മൾക്ക് അതിനോടുള്ള മമതയെ കുറയ്ക്കും. എന്താന്ന് കുറയും. അതായത് ശനി എന്ന് പറയുന്ന ഗ്രഹം കർമ്മത്തിന്റെ ഗ്രഹമാണ്. മേടം തുടങ്ങിയ രാശികൾ പറയുന്നത്. അപ്പൊ 10 എന്ന് പറയുന്നത് കർമ്മത്തിന്റെ ഭാഗമാണ്. മകരത്തിന്റെ അധിപതിയാണ് ശനി. ഇപ്പൊ മകരം എന്ന് പറയുന്നത് കർമ്മം, നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ അധിപതിയാണ്. അപ്പൊ കർമ്മത്തിനാണ്, കർമ്മം ചെയ്യുന്നതനുസരിച്ചാണല്ലോ ലാഭം കിട്ടുക. മകരത്തിൻ്റെത് പോലെ തന്നെ കുംഭത്തിന്റെയും കൂടെ അധിപതിയാണ് ശനി. അപ്പൊ കുംഭം എന്ന് പറയുന്നത് 11 ലാഭമാണ്. ഒന്ന് കർമ്മവും ഒന്ന് ലാഭവും. കർമ്മം ചെയ്യുന്ന ആളെ ലാഭം കിട്ടുള്ളല്ലോ, കർമ്മം ചെയ്താലേ ലാഭം കിട്ടുള്ളൂ. ഈ ലാഭത്തിന്റെ അധിപതിയായിട്ടുള്ള കുംഭത്തിന്റെ സൈൻ, രാശി സൈൻ എന്ന് പറയുന്നത് ഒരു പുരുഷൻ തോളില് കമഴ്ത്തി വെച്ചിരിക്കുന്ന ഒരു കുടമായിട്ടാണ് നിൽക്കുന്നത്. രക്തകുംഭം ഒന്നും ഇല്ലാത്തൊരു കുടമാണത്. ഉള്ളതൊക്കെ പുറകിലേക്ക് കമഴ്ത്തി കളഞ്ഞിരിക്കുക, മുന്നിലേക്കല്ല കമഴ്ത്തി കളഞ്ഞിരിക്കുന്നത്. അതാണ് അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം. പുറകിലേക്കാണ് കമഴ്ത്തി കളയുന്നത്. അതായത് നമ്മൾ നേടിയത് എന്തൊക്കെയാണോ അതിനെ ഉപേക്ഷിക്കുക, പുറകിലേക്ക് ഉപേക്ഷിക്കുക, മുന്നിലോട്ടല്ല. എന്നാൽ നമ്മൾ മുന്നിലോട്ട് അതിനോട് കാണുമ്പോൾ ഒരു മമത തോന്നും. ഇത് പുറകിലേക്കാണ്, ഒരിക്കലും അത് അറിയേണ്ടത്, കാണണ്ട, അങ്ങനെ കളയുക എന്നുള്ളതാണ്. അതാണ് വിട്ടുകളയുക. അതാണ് ലാഭം. കർമ്മത്തിന്റെ ലാഭം എന്ന് പറയുന്നത് എന്താണ്? ത്യജിക്കുക എന്നുള്ളത്. അത് ഭയങ്കര കോൺട്രഡിക്ടറി ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ തോട്ട് പ്രൊവോക്കിംഗ്, ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതാണ് ശനി എന്ന് പറയുന്നത്. അതാണ് ആ ശനിയാണ് ഈ ആളുകളെല്ലാം പേടിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഇത്
പുറകിലേക്ക് കളഞ്ഞിട്ട് മുന്നോട്ട് പോവുകയാണ്. അവിടെയാണ് അതാണ് ലാഭം.